ഹലോ, വെൽക്കം ടു മൈ ചാനൽ. പൈനാപ്പിൾ പായസമാണെങ്കിലും ശരി, നമുക്ക് നല്ലൊരു വെൽക്കം ഡ്രിങ്കായി എല്ലാവർക്കും സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. ചെറിയ പൈനാപ്പിൾ ആയതുകൊണ്ട് ഞാൻ ഇവിടെ 2 ഐറ്റം എടുത്തത്. സോക്ക് ചെയ്തിട്ടുള്ള സാഗോ സീഡാണ്. അത് ഞാൻ ആ ഒരു ബൗളിലാണ് എടുത്തത്. ഞാൻ ശരിക്കും മെഷർമെൻ്റൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എന്നിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതിൽ തന്നെ ഞാൻ ഡയറക്റ്റ് പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വേവട്ടെ. അപ്പോഴേക്കും പൈനാപ്പിൾ കട്ട് ചെയ്ത് എല്ലാതും കളഞ്ഞ് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബൗളിന് 2 കപ്പായിട്ടാണ് ഞാൻ ഇതിൽ മെഷർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ട ഷുഗറും കുറച്ചൊരു വെള്ളവും ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്യണം. അതിന് വേണ്ടിയാണ് ഞാനിവിടെ കുക്കർ തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ കുക്കറിൽ ഒരു 5 വിസിൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. അപ്പോഴേക്കും ഞാനിത് സാഗോ സീഡ് ഒന്ന് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് കുക്ക് ആയിക്കണ്. അപ്പോൾ ഞാനിതാ 1 ലിറ്റർ പാലാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാഗോ സീഡ് സെപ്പറേറ്റ് വേവിച്ചെടുത്ത് പാലിക്ക് ആഡ് ചെയ്താൽ മതി. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇവിടെ ആഡ് ചെയ്യണത്. ഞാൻ ഷുഗർ ആദ്യം ഇട്ടിരുന്നു, പക്ഷെ അത് കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിലും മധുരം കുറവായതുകൊണ്ട് വീണ്ടും ഷുഗർ ആഡ് ചെയ്ത്. പിന്നെ കുക്കർ നോക്കി പൈനാപ്പിൾ നന്നായിട്ട് കുക്കായി വന്നിരിക്കണം. അപ്പോൾ അതിലുണ്ടായിരുന്ന വെള്ളം ഒന്ന് വറ്റിച്ചെടുത്ത് പിന്നെ അത് നന്നായിട്ട് തണുക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് പ്ലേറ്റിലേക്ക് ആക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഈ ഒരു പായസത്തേക്ക് പൈനാപ്പിൾ എന്താവണം, നല്ല കൂളായി തണുത്താലേ നമുക്കിത് പായസത്തേക്ക് നമുക്കിത് ആഡ് ആക്കാൻ പറ്റുള്ളൂ. ഇതൊന്ന് തണുക്കട്ടെ. അപ്പോൾ അതിന് ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുക. പിന്നെ നമ്മളിതാ ഈ ഒരു പായസം എന്തായി നോക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് മിൽക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മതി. പിന്നെ നമുക്ക് ഏത് എസൻസ് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ വാനില എസൻസാണ് ആഡ് ആക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പൈനാപ്പിളിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇനി ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഫ്ലെയിം ഓഫാക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് കാഷ്യൂ റൈസിൻസും നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ആ പായസത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ആക്കാം. പിന്നെ പൈനാപ്പിൾ ചേർക്കുന്ന ടൈമിൽ എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പായസം ഉണ്ടല്ലോ അതൊന്ന് തണുക്കണം, ആ ചൂടൊക്കെ ഒന്ന് ആറണം. എന്നിട്ട് തണുത്ത ഈ പൈനാപ്പിൾ പീസ് നമുക്കിതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് കീപ്പ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ഫ്ലേവർ കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പായസമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എന്നാലും നമുക്ക് വെൽക്കം ഡ്രിങ്കായി എല്ലാവർക്കും സെർവ് ചെയ്യാം. Do like, share and subscribe.